പറമ്പ് വെടുപ്പാക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട്. അപ്പോൾ പറിച്ചാൽ കിട്ടില്ല അങ്ങനെ പറ്റി. അപ്പോൾ ആ കടവോട് കൂടിയിട്ട് കുറേയൊക്കെ പറിച്ചെടുക്കും ഞാൻ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചെത്തി എടുക്കും. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ പുല്ലിങ്ങനെ നിറയുമ്പോൾ എന്തോ പോലെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെത്തിയെടുത്താൽ മതിയിട്ട്. അപ്പം എൻ്റെ മോനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു പുല്ലുകളൊക്കെ പറിച്ചാലും പോലും കിട്ടില്ല. കുറച്ച് പുല്ലുകൾ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെടുപ്പാക്കണം. തെങ്ങിൻ്റെ കടയിലൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതൊക്കെ ആകെ നാരിക്കെടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വെടുപ്പാക്കാമെന്ന് ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് ഞങ്ങളുടെ പണികൾ. ഞാനും എൻ്റെ മോനും കൂടിയിട്ട് ഒക്കെ ചെയ്യണം. അപ്പം എനിക്ക് പറിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറിച്ചെടുക്കും. ഇതൊക്കെ ഇവിടെ ഉള്ള പറിക്കാം. പിന്നെ എനിക്ക് ചില പുല്ലുകളൊന്നും തീരെ പറിച്ചാൽ കിട്ടില്ല. അതൊക്കെ ചെത്തണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കും. അപ്പോൾ എന്നിട്ട് മിറ്റടിക്കുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇതായിട്ട് പിന്നെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതായിപ്പോൾ കല്ലും കട്ടയും കുറേ വീട് പൊളിച്ചതിൻ്റെ ഒക്കെ കുറേ കല്ലും കട്ടൊക്കെ അതിന് എത്ര നമ്മൾ എങ്ങനെ ചെയ്താലും വൃത്തി ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നല്ല വെടുപ്പാക്കി ഇട്ടാണ്. എന്നിരുന്നാലും വൃത്തി ഉണ്ടാവില്ല. ഇവിടെയൊക്കെ അതുപോലെ കൂടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുല്ലൊക്കെ വെട്ടി വെടുപ്പാക്കട്ടെ. പറമ്പൊക്കെ നല്ല പോലെ വെടുപ്പാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഇതാക്കി ക്ലീനാക്കി പുല്ലൊക്കെ വെട്ടി കണ്ട. അവിടെ വെയിലാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് അവിടെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട്. മാങ്ങഞ്ചി കിട്ടി കുറച്ച്. അപ്പോൾ അത് ഇനി അച്ചാറിടണം. അപ്പോൾ അത് അതിൻ്റെ 2 വിത്ത് ഇവിടെ എന്നെ തന്നെ കുഴിച്ചിടണം, എന്നാലല്ലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു അച്ചാറായിട്ട് ഞാൻ കൽബൂസ് വേരിലൊരു വീഡിയോ വരും. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വെടുപ്പാക്കിയിട്ടുണ്ട്. വെയിലാണ്, എന്നാലും കണ്ട തെങ്ങിൻ്റെ ഇവിടെയൊക്കെ വെടുപ്പാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ സൈഡ് തടെടുത്തിട്ട് ഈ സൈഡിലായിട്ട് തന്നെ മാങ്ങഞ്ചി കുഴിച്ചിടണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പറമ്പ് വെടുപ്പാക്കിയത്. ഈ ഭാഗമാണ് കേട്ടോ. ഒരേ സൈഡാണ് ഞങ്ങൾ വെടുപ്പാക്കുന്നത്. അപ്പോൾ 4 ചുറ്റും. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ തന്നെയുള്ളൂ. കുറച്ച് കല്ലും കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് വെടുപ്പാക്കണം. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞു. പിന്നെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് വെടുപ്പാക്കണം. ഇനിയിപ്പോൾ അടുത്ത പണി ഇതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാ ഭാഗം ചെയ്യണമെന്നൊന്നുമില്ല. ഒറ്റയടിക്ക് ചെയ്യാതെ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പറമ്പൊക്കെ വെടുപ്പാവും, നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കല്ലും കട്ട അധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പറക്കിയെടുക്കണം. കോരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വെടുപ്പാക്കും. അപ്പോൾ ഇതാണ് ഇതവിടെയൊക്കെ വെടുപ്പായി എല്ലായിടത്തും ക്ലീനാക്കി ഞങ്ങളുടെ 4 ചുറ്റും വെടുപ്പായി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ പറമ്പും ഇതൊക്കെ വെടുപ്പാകുമ്പോൾ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുല്ലെന്ന് അറിയട്ടെ, അത് വേറെ കാര്യം. എന്നിരുന്നാലും നമ്മൾ ഫ്രണ്ടൊക്കെ നല്ല പോലെ വെടുപ്പാക്കി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെടുപ്പാക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ബാക്കൊക്കെ ചെയ്ത് അടുക്കള ഭാഗം ചെയ്തു. ഇന്ന് ഞങ്ങൾ 2 സൈഡും ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കുമ്പോൾ കുറേ സ്ഥലമൊക്കെ ഉള്ള പോലെ തോന്നും. അപ്പോൾ എനിക്കാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞാനും എൻ്റെ മോനും കൂടിയിട്ടാട്ടോ അതൊക്കെ ചെയ്തേ. ഫ്രണ്ട് പിന്നെ എപ്പോഴും വെടുപ്പാക്കും. എന്നിരുന്നാലും പുല്ലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ച് വാരി ഇട്ടതാട്ടോ. മിറ്റടിച്ചതാണ്. ഇന്ന് രാവിലെ മിറ്റടിച്ച സ്ഥലമാണ്. ഇപ്പോൾ കുഞ്ഞു മാവിൻ്റെ തളിരില വീഴുന്ന കാരണം ഇപ്പോൾ ഇവിടെ അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ മാവിൻ്റെ ഇലൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും മാഷാ അല്ലാ ഉള്ള സ്ഥലമൊക്കെ നമ്മളെപ്പോഴും വെടുപ്പ് വൃത്തിയിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷം. എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് എപ്പോഴും വീട് എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ടിരിക്കണം. 4 പുറം ഇങ്ങനെ പണി കഴിഞ്ഞപ്പോഴേ ഈ കല്ലും കട്ടൊക്കെ എത്ര വെടുപ്പാക്കിയാലും വെടുപ്പാവില്ല. എന്നാലും ഉണ്ടാവും അത്രയൊക്കെ അടിച്ചാരിയൽ അത്ര കുഞ്ഞു കല്ലും കട്ടകളൊക്കെ കിട്ടും. അപ്പോൾ മാഷാ അല്ലാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. നമ്മളെ വീടും പരിസരമൊക്കെ എപ്പോഴും ക്ലീനായിട്ട് കേട്ടോ. എൻ്റെ ഈ അടുക്കളുടെ ഈ ഭാഗമല്ലേ കാണാറ് ക്ലീൻ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ക്ലീനിങ് എന്ന് വെച്ചാൽ ഞാൻ വീട്
ഒട്ടാകെ വെടുപ്പാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അതൊന്നും പിടിച്ചില്ല. ഞാൻ അടിച്ച് വാരി ഇതൊക്കെ തുടച്ച് മാറാമ്പിലൊക്കെ അടിച്ചതിൻ്റെ ശേഷമാണ് ഒക്കെ പിന്നെയാണ് ഓർത്തത് വീഡിയോ പിടിക്കായിരുന്നു. അതായിരുന്നു ഇപ്പോൾ തുടച്ചിട്ടില്ല, അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാ റൂമും ഇങ്ങനെ നല്ല പോലെ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ തുടക്കേ വേണ്ടോ, ബെഡ്ഷീറ്റൊക്കെ മാറ്റൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെടുപ്പാക്കിയിട്ടുണ്ട് എല്ലാ റൂമും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുക്കളയും കൂടി ഉണ്ട്. അപ്പോൾ അടുക്കള നമ്മൾ എന്നും മുകളിലൊക്കെ വെടുപ്പാക്കാറ്, താഴെ ഒന്നും വെടുപ്പാക്കൽ കുറവാണ്. അപ്പോൾ ഇതാണ് റൂം. വെളിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ബെഡ്ഷീറ്റൊക്കെ മാറി ഇതൊക്കെ ആക്കി ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി ഒക്കെ അങ്ങനെയൊക്കെ ഇതാക്കി വെച്ചേക്കണം. അപ്പോൾ അതൊന്നും പിടിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ റൂമൊക്കെ അങ്ങനെ, ഈ റൂമിൽ ആൾ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ആൾ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇനി സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ഓരോ ദിവസമായിട്ടാ. ഇന്നലെയാണ് ഫ്രണ്ട് മിറ്റടിയൊക്കെ പുല്ലൊക്കെ നിറച്ച് എല്ലായിടത്തും പറിച്ച് കഴിഞ്ഞത് കേട്ടോ. തീ ഇടാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീനാണ് കേട്ടോ. ഇനി വൈകിട്ടൊന്ന് മിറ്റടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഇതാവും. എന്താ വെച്ചാൽ മാവിൻ്റെ അല്ല കുഞ്ഞീശ് ഇങ്ങനെ എപ്പോഴും വീഴാണ്. ഇവിടെയൊക്കെ ഇരുന്ന് കുത്തിരുന്ന് എന്താ പറയുക പുല്ല് പറിച്ചെടുത്തത് കേട്ടോ. അല്ലാണ്ട് കൈക്കോട്ടുകൊണ്ടൊന്നും പറിക്കാൻ പറ്റണില്ല. കുഞ്ഞു പുല്ലുകളല്ല, പൊടിപ്പുല്ലുകൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഫുള്ള് അകവും പുറവും ക്ലീനിങ് ആണ് കേട്ടോ, വെടുപ്പാക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി തുടക്കേ വേണ്ടു. ലൈറ്റ് എടുത്തില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇനി അടുക്കളുടെ ഇതിന് സ്ലാബിൻ്റെ ഇതുകൊണ്ടുള്ള കുറേ കുറച്ച് പാത്രങ്ങൾ അവിടെ ഒക്കെ കച്ചറായിട്ട് ഇങ്ങനെ എടുക്കണ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ അടിക്കണം. ഇവിടെയൊക്കെ വേണ്ടാത്തതൊക്കെ എടുത്ത് കളയാൻ എടുത്ത് വയ്ക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിങ്ങോട്ട് പോകുന്നത് തുടയ്ക്കാമെന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് തുടയ്ക്കാറില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുത്തെ മാറാമ്പിലൊക്കെ അടിച്ച് ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കണം. അതുപോലെ തന്നെ ഈ അടുക്കളയും എപ്പോഴും ക്ലീൻ തന്നെയാണ്. എന്നിരുന്നാലും അപ്പോൾ ഇതും കൂടി അടിച്ച് വാരി തുറക്കണം. ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, പറക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് പറക്കി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ചോറൊക്കെ വെച്ച് എൻ്റെ അടുക്കളയാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അടയ്ക്കാനും തുറക്കാനൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ തുടക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് വെറുപ്പാക്കി കഴിഞ്ഞിട്ട് ഒന്നിച്ച് തുടയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓരോന്നെടുത്ത് മാറ്റിയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും ഒന്നിച്ച് ചെയ്ത്, ഞാൻ എപ്പോഴും പറയണത് തന്നെ, എപ്പോഴും ചെയ്യേണ്ട ഒറ്റ ദിവസം കൊണ്ടൊന്ന് തീർക്കാമെന്ന് വെച്ചാൽ നമുക്കിത് ക്ഷീണമാവും, പിന്നെ നമുക്ക് മടിയാവും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെടുപ്പാവും ചെയ്യും, മടി ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഞാനിതൊക്കെ എടുത്ത് ക്ലീൻ ആക്കി അടുക്കളുടെ അവിടെയൊക്കെ ക്ലീനായി പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ ഇരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ അതൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ഇനി ഒക്കെ ഇപ്പോൾ ഇതിങ്ങനെ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് തുടയ്ക്കണം. അതുപോലെ തന്നെ ഈ അടുക്കള വലിയ കുഴപ്പമില്ല കേട്ടോ. എപ്പോഴും ക്ലീൻ തന്നെയാണ്. എന്താ വെച്ചാൽ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തുടക്കണ കോല് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാം. പിന്നെ ഇങ്ങനെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമുള്ള അല്ല. എന്താ വെച്ചാൽ നമുക്കങ്ങനെ അധികം പേരൊന്നും ഇല്ലാത്ത കാരണം ഒരുപാട് സ്ഥലം അങ്ങനെ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം അത് കാരണം ഇവിടെ ചോറ് വയ്ക്കുക, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാ. അപ്പം എപ്പോഴും ക്ലീൻ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ മിറ്റം. ഇപ്പോൾ മിറ്റം ഇവിടെ തന്നെ ഇറയൊക്കെ അടിച്ചു വെടുപ്പാക്കി. ഇവിടെയൊക്കെ മിറ്റം ഉണ്ടായിരുന്നു, കുറച്ച് വിറക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇതാക്കി അങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ. ഇതാണ് എൻ്റെ വീടും പരിസരവും. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെറിയതായിട്ടുള്ളൊരു ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഉള്ളത് കുറച്ച് പൂന്തോട്ടം ഡെക്കറേഷൻ ഉണ്ടാക്കുക, രസമല്ലേ കാണാനായിട്ട്. ഫ്രിഡ്ജൊക്കെ പിന്നെ ക്ലീൻ തന്നെയാണ്. ഇന്നാളെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഫ്രിഡ്ജിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിനി ഒന്ന് തുടച്ച് കഴിഞ്ഞാലാണ് മുഴുവനായിട്ട് ക്ലീനായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഞാൻ കുറച്ച് തുണികളപ്പോൾ തുടക്കണ ഒന്ന് എന്താ പറയുക ചവിട്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചൂല, ഇവിടെയൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുക്കട്ടെ കേട്ടോ. തുടച്ചെടുത്തിട്ട് പിന്നെ ഇനി കാണിക്കണില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട്
ഒക്കെ ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ്ങും വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.